ഹായ് ഗൈസ്. സോ നമ്മൾ മുമ്പത്തെ സെഷനിൽ നമ്മൾ ഡൈനാമിക് ആൻഡ് വീക്ക്ലി ടൈപ്പ്ഡിനെ കുറിച്ചൊരു ചെറിയൊരു അനാലിസിസ് നടത്തിയിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ഈ ഹോസ്റ്റഡ് ആണ്. ആക്ച്വലി ഹോസ്റ്റിംഗ് ആണ്. ഹോസ്റ്റഡ് ലാംഗ്വേജ് റൺസ് ഇൻ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് എന്ന് പറയില്ലേ, ആക്ച്വലി അതാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ മുമ്പത്തെ പറഞ്ഞ പോലെ ഡൈനാമിക്കും വീക്ക്ലി ടൈപ്പൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു, ഒന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞു. സോ ജെ എസ് ഇപ്പോൾ നമുക്ക് ഒരു എൻവയോൺമെൻറ്റിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ജെ എസ് എൻജിനെ അതിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ജെ എസിനെ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിൽ ആക്ച്വലി നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ബ്രൗസറിൽ നമ്മൾ പറഞ്ഞു, ബ്രൗസറിൽ എന്തുണ്ട്, ജെ എസ് എൻജിൻ ഉണ്ട് ഇൻബിൽട്ട് ആയിട്ട്. സോ അതുകൊണ്ടാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നത് ബ്രൗസറിൽ. സോറി. സോ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിൽ മാത്രമല്ല, നമുക്ക് അത് പുറത്ത് വേറെ എൻവയോൺമെൻറ്റിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ സർവർ സൈഡിലൊക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ എന്ത് ചെയ്യും, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ നോട്ട് ജെ എസ് പോലത്തെ നമുക്ക് സർവർ സൈഡിലും ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജാവാസ്ക്രിപ്റ്റ് നമ്മളെന്ന് പറഞ്ഞു, ആക്ച്വലി അത് ഡൈനാമിക് വെബ്സൈറ്റിനൊക്കെ വേണ്ടി അത്യാവശ്യം യൂസ് ചെയ്യുന്നതാണ്. കാരണം ജാവാസ്ക്രിപ്റ്റ് എന്താ പറയുക, ക്ലോസിൽ എച്ച് ടി എമ്മിലും സി എസ് എസ് ആയിട്ട് ക്ലോസിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യും ആക്ച്വലി. ഓക്കെ, സോ ജാവാസ്ക്രിപ്റ്റ് പിന്നെ എച്ച് ടി ടി പി റിക്വസ്റ്റൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും ജാവാസ്ക്രിപ്റ്റിൻ്റെ സൈഡിൽ നിന്ന്. പുറത്തെ ഡാറ്റാ ബേസിലേക്കും നമുക്ക് ഡാറ്റ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിനെ ഒരു എച്ച് ടി ടി പി റിക്വസ്റ്റൊക്കെ വെച്ച് വിളിക്കാൻ പറ്റും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് പിന്നെ എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിന് ലോക്കൽ ഫയൽ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിന് സെക്യൂരിറ്റി റീസൺ ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഏതൊക്കെ പേജ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് ലോക്കൽ ഫയലും ആക്സസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റയൊക്കെ ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഭയങ്കര സെക്യൂരിറ്റി വൾണറബിൾ ഇഷ്യൂസൊക്കെ പോകും. സോ ജാവാസ്ക്രിപ്റ്റ് ഉള്ളത് ആക്ച്വലി എസ്പെഷ്യലി ബ്രൗസർ സൈഡിൽ ലോക്കൽ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജാവാസ്ക്രിപ്റ്റിനെ എന്താ പറയുക, പുറത്ത് എങ്ങനെ എത്തിച്ചു എന്നുള്ളത്. ബ്രൗസറിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ടല്ലോ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ജാവാസ്ക്രിപ്റ്റ്. അതേപോലെ വേറെ എൻവയോൺമെൻറ്റിൽ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ അവർ ബ്രൗസറിൽ V8 എഞ്ചിൻ ഉണ്ടല്ലോ, അത് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഒരു സ്റ്റാൻഡ് അലോൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്റ്റാൻഡ് അലോണിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എവിടെ വേണമെങ്കിലും. ഓക്കെ, അതിൻ്റെ ഒരു ടൂളിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം നോട്ട് ജെ എസ് അങ്ങനെയാണ്. സോ നോട്ട് ജെ എസിൽ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രൗസറിൽ നിന്ന് അവർ V8 എഞ്ചിൻ പുറത്തേക്ക് എടുത്തിട്ട് എന്നിട്ട് നോട്ട് ജെ എസ് ടൂളിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ടൂൾ. അപ്പോൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യും, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് അവിടെ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നോട്ട് ജെ എസ് എന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യാമെന്നൊക്കെ ഞാൻ ലേറ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ നോട്ട് ജെ എസ് നമുക്ക് ഏത് മെഷീനിന് വേണ്ടി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ബേസിക്കലി. ആൻഡ് നോട്ട് ജെ എസ് എന്തിനാണെന്ന് വെച്ചാൽ ബാക്ക് എൻഡും സർവറൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി കുറച്ചും കൂടി ഹെൽപ്ഫുള്ള് ഒരു എൻവയോൺമെൻറ്റാണ് ആക്ച്വലി. സർവർ സൈഡ് കോഡൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്നതാണ് നോട്ട് ജെ എസ് ചെയ്യുന്നത്. ഓക്കെ, സോ നോട്ട് ജെ എസ് എന്തിനാണെന്ന് വെച്ചാൽ അത് ബാക്ക് എൻ്റെ കോഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നോട്ട് ജെ എസിന് ഫയൽ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിന് HTML CSS ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാനുള്ളത്. സോ ഒന്ന് ബ്രൗസർ, ഒന്ന് സർവർ സൈഡ് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഡൈനാമിക് വെബ്സൈറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് ബ്രൗസർ സൈഡിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. HTML CSS കോഡൊക്കെ HTTP റിക്വസ്റ്റൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് പിന്നെ ലോക്കൽ സിസ്റ്റമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ സർവർ സൈഡിൽ അത് ഞാൻ പറഞ്ഞു V8 എഞ്ചിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ടൂളായിട്ട് നോട്ട് ജെ എസിൽ യൂസ് ചെയ്യുന്നത് അവർ. സോ നോട്ട് ജെ എസ് നമുക്ക് ഏത് മെഷീനിൽ വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ബാക്ക് എൻഡ് കോഡ്സൊക്കെ സർവർ സൈഡ്സ് ഒക്കെ കോഡ് ചെയ്താനായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്ന സാധനമാണ്. പിന്നെ നോട്ട് ജെ എസിന് ലോക്കൽ ഫയൽ സിസ്റ്റമൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് HTML CSS ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ പോയിൻറ്റ്സാണ് ഞാനിത് ഒന്നും കൂടി ഗോ ത്രൂ ചെയ്തെന്നുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാനുള്ളത്. സോ നമ്മൾ പക്ഷേ നമ്മുടെ ഈ കോഴ്സിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബ്രൗസർ സൈഡായിരിക്കും ജാവാസ്ക്രിപ്റ്റിൻ്റെ. കാരണം പിന്നെ നമ്മൾ സിൻടാക്സും അതൊക്കെ നമ്മൾ പഠിപ്പിക്കും. പക്ഷേ സിൻടാക്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം, ലൈക്ക് ഒരു ഡിഫറൻസും ഇല്ല. ബ്രൗസർ ആണെങ്കിലും സർവർ സൈഡ് ആണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് സിൻടാക്സ് വിൽ റിമെയിൻ സെയിം. പക്ഷേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബ്രൗസർ സൈഡിലുള്ള ഇതായിരിക്കും. നമ്മുടെ വിഷ്വൽ എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയേ ഉള്ളൂ, പറഞ്ഞു നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.